ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുനാരങ്ങ. ഇപ്പോൾ ചെറുനാരങ്ങയുടെയൊക്കെ ഒരു സീസണൊക്കെ ആണല്ലോ. നല്ല വിലക്കുറവിൽ ചെറുനാരങ്ങ കിട്ടും. അപ്പോൾ അത് കേടുകൂടാതെ നമ്മൾ ഒരു വർഷത്തിൻ്റെ മേലെയൊക്കെ കേട്ടോ, പിന്നെ ഒരുപാട് നാൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നാരങ്ങ വെള്ളത്തിനും അച്ചാറുണ്ടാക്കാനും ഒക്കെയാണല്ലോ നാരങ്ങ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സേഫായിട്ട് കേടാവാതെ എടുത്തു വെക്കാം എന്നുള്ളത് വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇതുപോലെ 1/2 കിലോ പഞ്ചസാര ആദ്യമായിട്ട് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വാഷ് ഉണ്ടാക്കാം കേട്ടോ, ലിക്വിഡ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നാണ് കേട്ടോ. അത് ഇതുപോലെ ഇനി ഇതിങ്ങനെ ഉരുകി വരുമ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇടയ്ക്കൊന്ന്. എന്നിട്ട് ഇത് നന്നായി ഉരുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ജിഞ്ചർ ലെമനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു 50 ഗ്രാമൊക്കെ മതിയാവും. നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മട്ടൊന്നുമില്ലാതെ ഇതുപോലെ മെൽട്ടായതിന് ശേഷം നമുക്ക് ആ ഇഞ്ചിയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇഞ്ചി ചേർത്തുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചേർത്തുന്നില്ല, ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഇവിടെ ഉരുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ്സിൽ മതി. അപ്പോൾ ആ 1/2 കിലോ പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച്, അത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ആറുമ്പോഴേക്കും നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ 1/2 കിലോ നാരങ്ങ നന്നായി കഴുകി വെള്ളമെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലോ സ്പൂണിലൊന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാതെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് നാൾ സൂക്ഷിക്കാനുള്ളതല്ലേ. ഇതൊരു 6-7 മാസം വരെയൊക്കെ നമുക്ക് വെക്കട്ടോ. പക്ഷെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തീരും. എന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നാരങ്ങ ഞെക്കി ഇത് ഇല്ലാത്തത് കൊണ്ട് ഞാനിതുപോലെ പാത്രത്തിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുരുവും ചുളയൊന്നും അതിൽ വീഴാതെ കറക്റ്റായിട്ട് അതിൻ്റെ നീര് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ തൊലി ഒരുപാട് അങ്ങോട്ട് പിഴിഞ്ഞ് എടുക്കണ്ട. ഒരു 80% ഒക്കെ പിഴിഞ്ഞാൽ മതി. എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രഷായിട്ട് നല്ല നീര് മാത്രം എടുക്കുക. പിന്നെ ഈ തൊലി നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് യൂസ് ചെയ്യാം അച്ചാറിനൊക്കെ. കാരണം അതിൽ നാരങ്ങൻ്റെ നീരുണ്ട്. ഇനിയിപ്പോൾ നല്ല പിഴിഞ്ഞ നാരങ്ങൻ്റെ തൊലിയാണെങ്കിലും നല്ല ടേസ്റ്റിൽ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, കയ്പൊന്നുമില്ലാതെ. അപ്പോൾ അത് എങ്ങനെ ഞാനിന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്കിതൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് വെള്ളം കലക്കാനും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ നല്ല യൂസാവും. ഇപ്പോൾ ഇതാ നോക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തൊലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഈ തൊലി നമുക്കൊരു ഗ്ലാസ് ബോട്ടിലെടുത്തിട്ട്, ഇതിൽ കുറച്ച് നീരൊക്കെ ഉണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ബോട്ടിലെടുത്തിട്ട് അത് ബോട്ടിലേക്ക് ഇട്ടിട്ട് അതിന് മേലെ കുറച്ച് ഉപ്പിട്ട് വെക്കാം.
ഇങ്ങനെ ലെയറായിട്ട് ഉപ്പ് കുറച്ചധികം നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അച്ചാറിടുമ്പോൾ എന്തായാലും നാരങ്ങയിൽ ഉപ്പ് നന്നായി ഇടുമല്ലോ, മസാലയ്ക്കും അതൊക്കെ ചേർത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്താ വെച്ചെന്നാൽ അത് ഉപ്പ് പിടിച്ച് അത് അങ്ങനെ കേടാവാതെ ഇരുന്നോളും. പിന്നെ നമുക്ക് അത് ഒരു 10-15 ദിവസമാകുമ്പോൾ റെഡിയായി കിട്ടും. ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് എപ്പോഴും ആവശ്യം ഉള്ള സമയത്ത് എടുത്താൽ മതി. എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ആ ടൈമിൽ അച്ചാറിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് അച്ചാറാക്കി എടുത്താൽ മതി. നമ്മൾ മുന്നേ ഇട്ട് വെക്കുന്നതിലേറെ നല്ലതാണ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് അച്ചാറാക്കി നമുക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അച്ചാറിട്ട് ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അച്ചാറിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് അത് അച്ചാറാക്കിയാൽ മതി. ഇനി ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം അതായത് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇത് ഇപ്പോൾ ബോട്ടിലായതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒന്ന് കവുത്തി അതിൻ്റെ നീര് ഉപ്പൊക്കെ ഉരുകി താഴെ ഇറങ്ങിയിട്ടുണ്ടാവും. അതിങ്ങനെ കവുത്തി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഉപ്പ് പിടിച്ച് നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഇനി ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സുർക്കയും വേണമെങ്കിൽ ഒഴിക്കുക. സുർക്ക ഇട്ട് അച്ചാറിടുന്നവരാണെങ്കിൽ എന്നാൽ ആ സുർക്ക ഇപ്പോൾ തന്നെ ഒഴിച്ച് വെച്ചാൽ നമുക്ക് ആ സമയത്ത് പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ലിക്വിഡ് ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങ നീര് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ലിക്വിഡ് കുറച്ച് കട്ടിയുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷേ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ അത് കറക്റ്റായി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ കറക്റ്റ് അളവിലാണ്. ഇനി നമ്മൾ ഫ്രിഡ്ജിലും കൂടെ വെക്കുമ്പോൾ അത് ഒന്നും കൂടെ കട്ടിയാവും. അത്രയൊന്നും ആവില്ല, നല്ല യൂസാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാരങ്ങക്കൊക്കെ നല്ല വില കൂടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ വാങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ആവശ്യത്തിനെടുത്ത് 1-2 ടീസ്പൂണ് ലിക്വിഡ് എടുത്തിട്ട് വെള്ളമൊഴിച്ച് ജ്യൂസാക്കിയിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ നാരങ്ങ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കലക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 ഐസ് കട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലിക്വിഡ് കുറച്ച് ഒഴിക്കട്ടോ. ഒരു 1/4 ഗ്ലാസ് വേണമെന്നില്ല എന്ന് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി. അപ്പോൾ എനിക്കിത് കറക്റ്റ് അളവാട്ടോ ഞാൻ ഈ ഒഴിച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, അതങ്ങനെ മിക്സ് ആയിക്കോളും. പിന്നെ കുടിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റാണ്. അളവായിട്ടുണ്ട്. നാരങ്ങയുടെ പുളിയും മധുരവും എല്ലാം കറക്റ്റ് അളവിനുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇനി ജിഞ്ചർ ടീ നാരങ്ങ വെച്ച് ചായ വെക്കണമെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇഞ്ചി അപ്പോൾ കുത്തിയിട്ടാലും മതിയല്ലോ. പിന്നെ ഇത് ഞാനിങ്ങനെ ബോട്ടിലിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഏകദേശം 1 ലിറ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. 3/4 ലിറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. ഇനി നമുക്ക് അച്ചാറിനുള്ള നാരങ്ങ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു നാരങ്ങ ഒരു 8 പീസൊക്കെ ആക്കും. കാരണം ഒരുപാട് വലുതായാൽ അത് കഴിച്ചാൽ തീരില്ല, വെറുതെ വേസ്റ്റാവും. അപ്പോൾ നമ്മളിതുപോലെ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചധികം നന്നായി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
അതുപോലെ ലെയറായിട്ട് ഇട്ടിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ സുർക്ക ഇടാതെ ഞാൻ അച്ചാറിട്ട് നോക്കിയിട്ടില്ല, അങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷെ നാരങ്ങയിൽ പൊതുവെ എല്ലാവരും സുർക്ക ഒഴിക്കുമല്ലോ. അപ്പോൾ ആ സുർക്ക വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും ഒന്നും ആവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് തന്നെ വെക്കാം. പിന്നെ വെച്ചിട്ട് നമുക്ക് അച്ചാറിന് ആവശ്യം വരുമ്പോൾ പുറത്ത് വെച്ചാലാ നന്നായിട്ട് ഉണ്ടാവുക തോന്നുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ. പിന്നെ സോഫ്റ്റായി കുറേ നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വെക്കാറില്ല, പുറത്ത് തന്നെ വെക്കൽ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നന്നായി മൂടി വെച്ച് കണ്ടോ. ഇതിപ്പോൾ ഞാൻ അതുപോലെ ഇട്ട് 10 ദിവസമായ നാരങ്ങയാണ് കേട്ടോ. കണ്ടോ, ഇതിൽ നിന്ന് എടുത്ത് ഞാൻ കുറച്ച് അച്ചാറും ഇട്ടിട്ടുണ്ട്. ഒരു കയ്പോ ഒന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്യേണ്ട, വാട്ടേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഈസിയാണ് ഇങ്ങനെ നമ്മൾ അച്ചാറുണ്ടാക്കാനും ഈസിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. ഒരുപാട് നാരങ്ങ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ചെറുതാക്കി എടുക്കാനൊന്നും ടൈമില്ലെങ്കിൽ കുറച്ച് 2 പീസ് നടു കട്ട് ചെയ്തിട്ടിട്ടാലും ഉപ്പിട്ട് വെച്ചാലും മതി. പിന്നെ നമുക്ക് അച്ചാറിടുന്ന ആ ടൈമിൽ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ഈ നാരങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് ഒരു കുപ്പി എടുത്ത് അച്ചാറിട്ടതാണ് കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പിന്നെ എന്താ പറയുക, മസാലയൊക്കെ പിടിച്ച് നല്ല കയ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ ചതച്ച് നമ്മൾ അച്ചാറിലിടുകയാണെങ്കിൽ നമുക്ക് നല്ല ഇത് അതിൽ ഗ്രേവി ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പഴയ ഹോർലിക്സ് കുപ്പികളാണ്, അപ്പോൾ അതിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് ബോട്ടിലാണ് എപ്പോഴും നല്ലത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.